ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 17-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാൻ പോവുകയാണ്. ഗ്രഹസ്ഥിതി പ്രകാരം സൂര്യൻ, ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങൾ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. രാഹുവും ശുക്രനും മീനൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രൻ, കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം അവരെ കൂടുതൽ സ്വാധീനിക്കുന്ന ജീവിതാനുഭവം എന്ന് പറയുന്നത്, നാളിതുവരെ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ അവരുടെ എല്ലാ മേഖലകളിലും അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടം, ആ നേട്ടം ഇവർക്ക് അവകാശപ്പെട്ടതല്ല എന്നുള്ള ഒരു തർക്കമുണ്ടായി ഈ ജാതകർ മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ടുവാൻ, തകർന്നു പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ, ലാഭകരമായ അനുഭവങ്ങൾ, അതിൻ്റെ അവകാശി ഈ ജാതകരല്ല. അവരുടെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം എന്നൊക്കെയുള്ള ഒരു അവകാശവാദം അവിടെ വന്നു ചേരുമ്പോൾ അത് മുഖേന ഇവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു വേദന അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അതാണ് തിങ്കളാഴ്ച ദിവസത്തെ പ്രധാന അനുഭവം. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ദൈവാധീനം കൊണ്ടുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. വലിയ മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ലാത്ത ദിവസമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത്, ഇവർ നേടിയ നേട്ടങ്ങളെല്ലാം അല്ലെങ്കിൽ ഇവർ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഉണ്ടാക്കിയ ജീവിത വിജയം അത് ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്നൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിനെ തുടർന്ന് ഇവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതാണ് പ്രധാനപ്പെട്ട നക്ഷത്രഫലം. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധ്യതയിലുള്ള പ്രതിസന്ധികളും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ള ഒരു അനുഭവം ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ ഇവരിൽ വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവ് മുഖേന മാതാവിനും ഈ ജാതകർക്കുമൊക്കെ പ്രതിസന്ധികൾ വന്നു ചേരുവാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകരുടെ ആൺമക്കളുടെ സ്ഥിതി അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ജാതകരുടെ തൊഴിൽ മേഖലയിൽ ശത്രുതയൊക്കെ വന്നു ചേരുവാനും അഭിപ്രായ വ്യത്യാസം വന്നു ചേരുവാനും തന്മൂലം ഇവർ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാനും സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരുന്ന ഒരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം. എങ്കിലും ഭൂമി വിറ്റ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിൽക്കുക, ഭൂമി മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളൊക്കെ ഇവർക്ക് ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. 2 വിധത്തിലുമാകാം. ഇവരോട് ശത്രുതയ്ക്ക് വന്നു ചേരാം, അല്ലെങ്കിൽ ഈ അവർക്ക് ശത്രുത വന്നു ചേർന്ന് അവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നല്ല അനുഭവം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കാര്യവിജയത്തിനായിട്ട് ശ്രമിച്ചാലും അവിടെയൊക്കെ പ്രതിസന്ധി വന്നു വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർക്ക് രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമല്ല എന്നുള്ളതും തിങ്കളാഴ്ച ദിവസത്തെ നല്ലൊരു അനുഭവമായിട്ട് വന്നു ചേരുന്നു. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷെങ്കിൽ തൊഴിലിടങ്ങളിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി അത് മുഖേന മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്.
മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹധന്മ അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ സ്ഥിതിയും മെച്ചമാകണമെന്നില്ല. ശത്രുത ഇക്കാര്യങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ദിവസമാണ്. മാത്രമല്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ അനുഭവിക്കാനും സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഭാഗ്യാനുഭവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി മെച്ചമല്ല. അവിടെയും ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള സഹായം തൊഴിൽ മേഖലയിൽ വന്നു ചേരുവാൻ അനുകൂലമായ സ്ഥിതിയാണ് ഉള്ളത്. സ്ത്രീകളുടെ സഹായം തൊഴിൽ മേഖലയിൽ വന്നു ചേരുവാൻ അനുകൂലമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമൂലമുള്ള ഒരു നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ മിഥുനക്കുറുകാർക്ക് ആശ്വാസത്തിന് വക തരുന്ന കാര്യം. ദാമ്പത്യ ജീവിതമൊന്നും തൃപ്തികരമല്ല. പോരായ്മയിൽ കൂടിയാണ് ദാമ്പത്യ ജീവിതമൊക്കെ കടന്നു പോകുന്നത്. മാരകമായ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും ഭാഗ്യക്കേടുകൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുണയ്ക്കുന്നില്ല. അത് തൊഴിൽപരമായിട്ടുള്ള ഒരു നല്ല സാഹചര്യത്തിലേക്ക് ഭാഗ്യം കൊണ്ട് ഈ ജാതകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഭാഗ്യക്കേടുകളാണ് ഇവർക്ക് കൂടുതലും വന്നു ചേരുന്നത്. ലാഭകരമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് വന്നു ചേരുന്നില്ല. അതൊക്കെ ശത്രുതയും തടസ്സവും പ്രശ്നവുമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള ശത്രുതയും തന്മൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹധന്മ അനുകൂലമാകണമെന്നില്ല. പല പ്രകാരങ്ങളിലുള്ള പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കൾ മുഖേന, പിതാവ് മുഖേന, തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന, ഉന്നത അധികാരികൾ മുഖേന, പ്രായമായവർ മുഖേന ഒക്കെയുള്ള പല പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതാണ് ഈ തിങ്കളാഴ്ച ദിവസം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പ്രശ്നങ്ങളിലൊക്കെ പോയി അകപ്പെട്ട് ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. നാനാവിധത്തിലും പ്രതികൂലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളതാണ് കർക്കിടകക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും കാര്യമായിട്ടുള്ള ഒരു സഹായവും നിങ്ങൾക്ക് വന്നു ചേരാത്ത ദിവസമാണ്. ബന്ധുക്കളെ കൊണ്ടുള്ള ഒരു ഗുണവും അനുഭവത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണെങ്കിലും തടസ്സപ്പെട്ടാണ് പോകുവാൻ സാധ്യത എന്നുള്ളതും മനസ്സിലാക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യമല്ല തരുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് വന്നു ചേരത്തില്ല. ഭൂമി വിറ്റുപോകും, നഷ്ടത്തിൽ വിറ്റുപോകും, അല്ലെങ്കിൽ ലാഭമൊന്നും കിട്ടാതെ വിറ്റുപോകും എന്നുള്ളൊരു അനുഭവമാണ് തരുന്നത്. അതുപോലെ തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ കടബാധ്യതകളും ശത്രുതകളും പ്രശ്നങ്ങളും വലിയ രൂക്ഷമായിട്ട് വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഈ തിങ്കളാഴ്ച ദിവസം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായ വിധത്തിൽ പോകുന്ന സമയമല്ലല്ലോ. അപ്പോൾ അത് അതിൻ്റേതായ പരാധീനതകളിൽ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമൊന്നും ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമല്ല. പ്രതിസന്ധിയൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നില്ല, ഇവരെ തുണയ്ക്കുന്നില്ല. അപ്പോൾ അതിൻ്റേതായ നേട്ടം കൊണ്ട് ഒരു നല്ല നിലയിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലാഭം അവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായി വന്നു ചേരാത്തത് കൊണ്ട് ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ജീവിത വിജയം ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് കർക്കിടകക്കുറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽനാളുകാർക്ക് ഈ തിങ്കളാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി മെച്ചമാകണമെന്നില്ല. ശത്രുതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നഷ്ടസാധ്യതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും ഉള്ള അനുഭവങ്ങൾ നല്ല അനുഭവമായി വന്നു ചേരണമെന്നില്ല. ശത്രുതയോടുകൂടിയൊക്കെ അതൊക്കെ വന്നു ചേരുവാനാണ് കൂടുതൽ സാധ്യത. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള
ശത്രുതയൊക്കെ ഇക്കാര്യങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അവർ മുഖേന കഷ്ടപ്പെടുവാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭൂമി കൊണ്ട് ആദായമുണ്ടാക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭൂമിയൊക്കെ വിറ്റ് പോകുവാൻ, വളരെ ആദായത്തിൽ വിറ്റെടുക്കുവാനൊക്കെ അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. മക്കളെ കൊണ്ടുള്ള അനുഗ്രഹവും മക്കളെ കൊണ്ടുള്ള നേട്ടവും കാര്യവിജയവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രതിസന്ധി അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണയ്ക്കുന്നു. ഭൂമി അത് വിറ്റ് ലാഭകരമായ അനുഭവത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം വരെ തുണയ്ക്കുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം നേട്ടങ്ങൾ കൂടുതലായിട്ടും നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർ ഈ തിങ്കളാഴ്ച ദിവസം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച് തകർന്ന് തരിപ്പണമായി പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ, അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നവരുള്ള കാര്യവിജയം ഉണ്ടാകാതെ ആ കാര്യത്തിന്മേലുണ്ടാകുന്ന പ്രതികൂലമായ അനുഭവത്താൽ ഇവർക്ക് വളരെയേറെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേർന്ന് ₹1 പോലും നേട്ടം വന്നു ചേരാതെ, അല്ലെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടുമൊക്കെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും ഒരു വിജയവും ഉണ്ടാകാതെ വളരെയേറെ മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. നേട്ടത്തിൻ്റേതായിട്ടുള്ള ഒരനുഭവം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുതയുടെ വക്കിലാണ് അതൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും കാര്യമായിട്ട് അതൊന്നും വന്നു ചേരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരുപാട് പോരായ്മകളിൽ കൂടിയായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ കുംഭൻ രാശിയിൽ ശനിയും സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ബുധന് ശോഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മൗഢ്യത്തിലാണ്. അപ്പോൾ ഈ ജാതകർ എത്ര ശ്രമിച്ചാലും അവർക്കൊരു കാര്യത്തിലും പരിപൂർണമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ സാധിക്കാതെ വന്നു ചേരുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്കൊത്തുള്ളൊരു നേട്ടം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുള്ളൊരു നേട്ടം തിങ്കളാഴ്ച ദിവസം ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് നക്ഷത്രഫലമായിട്ട് വന്നു ചേരുന്ന കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ ഈ തിങ്കളാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളിൽ വന്നു ചേരാവുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. നിങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ആപത്തനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രോഗത്താൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവ് ചതവുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതൃക്ലേശം ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് തുണയ്ക്കുന്ന ഒരു ദിവസമായിരിക്കില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ട് പോയാൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള ആ ഒരു പ്രതിസന്ധിയാണ് നിങ്ങൾ തേടി വരാനിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി വേണം തിങ്കളാഴ്ച ദിവസം ജീവിക്കാൻ. എപ്പോഴും ശ്രദ്ധ വേണം. പ്രതിസന്ധികൾ അലട്ടുവാൻ, ശത്രുത വന്നു ചേരുവാൻ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. അത് പല ദോഷങ്ങളും ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. എങ്കിലും അല്പം കുറവൊക്കെ ഇക്കാര്യങ്ങളിലും ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള സ്ഥിതിക്ക് അല്പം പോരായ്മകളൊക്കെ വന്നു ചേരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ സുഖാനുഭവങ്ങൾക്ക് കുറവുണ്ടാകുമല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടം കാര്യമായിട്ട് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊന്നും അത്ര അനുകൂലമല്ല. സ്ത്രീകൾ മുഖേനയുള്ള ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണെങ്കിലും തിങ്കളാഴ്ച ദിവസം സ്ത്രീകൾ നേടിക്കൊടുക്കുന്ന ഒരു നേട്ടം അത് ഇവർക്ക് വലിയൊരു ലാഭമായി തോന്നണമില്ല. അതിവർക്ക് മാനസികവുമായും ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ജാതകരെ കൊണ്ട് ഇവർക്ക് തന്നെ ദോഷം സംഭവിക്കുന്നൊരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം
തുണയ്ക്കണമെന്നില്ല. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അവർക്ക് വലിയ അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. അതുപോലെ തന്നെ നഷ്ടസാധ്യതകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും വൃശ്ചികക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ മാറാൻ പോവുകയാണ്. തൊഴിൽപരമായിട്ട് ഇനിയിപ്പോൾ നേട്ടമാണ് വന്നു ചേരുക. പിതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമാണ്. സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായൊരു സാഹചര്യമാണ് കടന്നു വരിക. തന്മൂലം ഇവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ നല്ല രീതിയിൽ ഇവരുമായിട്ട് സഹകരിക്കും. പുതിയ തൊഴിലൊക്കെ ഇവർക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ജാതകരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസം ഇവർക്ക് തൊഴിൽ മേഖലയിൽ ചെറിയ രീതിയിലുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ തിക്താനുഭവങ്ങൾ വന്നു ചേർന്ന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് ഈ തിങ്കളാഴ്ച ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു വിഷയമായിട്ട് വന്നു ചേരണമെന്നില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുവാൻ അതൊക്കെ മതി. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായ വിധത്തിൽ പോകുന്ന സാഹചര്യമല്ലല്ലോ, അത് അറിയാമല്ലോ. അതുപോലെ തന്നെ രോഗം, ശത്രുത, കടബാധകളിൽ വലിയൊരു വിഷയം നേരിടുന്നില്ലെങ്കിൽ പോലും അതും ചെറിയ രീതിയിലൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള സ്ഥിതിയൊന്നും അത്ര അനുകൂലമല്ല. എല്ലാവർക്കും പുതിയ വീടോ വസ്തു വാഹനമോ ഒന്നും മേടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പോൾ ഈ മെയ് മാസം കഴിയുമ്പോൾ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ അങ്ങ് ആകും. അപ്പോൾ അതുവരെയൊക്കെ ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 2-3 മാസമൊക്കെ കഴിയുമ്പോൾ വീട്, വസ്തു, വാഹനമൊക്കെ സ്വന്തമാക്കാനുള്ള അനുകൂലമായ അവസരങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ പ്രയാസപ്പെടാതെ മുമ്പോട്ട് പോകുക, പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കുക, ഈശ്വരഭക്തിയോടുകൂടി ജീവിക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ, പ്രവർത്തന മേഖലകളിൽ ചെറിയ രീതിയിലുള്ള തട്ടുകേടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുമൂലം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് ഇവർ ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് ഇവർ ദൂരസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്രദർശനം, ആത്മീയ കാര്യങ്ങളിലൊക്കെ പോകുവാൻ സാധ്യതയുണ്ട്. ക്ഷേത്രദർശനത്തിന് പോകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരദേശത്തേക്കുള്ള യാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ തരക്കേടില്ലാത്ത ഒരു അനുഭവമാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോൾ മകരക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചിലരൊക്കെ പറയും അവർക്കൊക്കെ വളരെ പ്രതിസന്ധിയാണെന്ന് പറയും. എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ തിരുവോണം നാളുകാർക്കാണ് സമ്മിശ്രമായ അനുഭവങ്ങൾ കൂടുതലായിട്ടും വന്നു ചേരുക. ചിലർക്കൊക്കെ നേട്ടമാണ്, ചിലർക്കൊക്കെ മോശമാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ചിലർക്കുണ്ടാകണമെന്നില്ല. കാരണം അവരുടെ 2-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ശനി, സൂര്യൻ, ബുധൻ. 3 ഗ്രഹങ്ങളാണ്, 3 പാപഗ്രഹങ്ങളാണ് ധനം, കുടുംബം എന്നീ വിഷയങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ 3 പാപഗ്രഹങ്ങൾ ഇവർക്ക് വലിയ നേട്ടത്തെ കൊടുക്കണമെന്നില്ല. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ആ നേട്ടം വന്നു ചേർന്ന് അവരുടെ ജീവിതം സൗഭാഗ്യമായ രീതിയിലൊക്കെ പോകും. എന്നാൽ ചാരവശാലുള്ള സ്ഥിതി പ്രകാരം കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം സ്ത്രീകൾ മുഖേന പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതിയൊക്കെ ഇവർക്ക് അനുകൂലമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള സ്ഥിതിയൊക്കെ അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിതം നല്ല തൃപ്തികരമായി പോകുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു. ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അങ്ങനെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം കാര്യമായ ദോഷമൊന്നും വന്നു ചേരുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലർക്കൊക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയായിട്ട് നിൽക്കുന്നു.
അപ്പോൾ ഇതാണ് മകരക്കുറയുടെ നക്ഷത്രഫലം എന്നുള്ളത് അറിയുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. രോഗം, ശത്രുത, കടബാധകളാലുള്ള വിഷയങ്ങളൊക്കെ അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരാൺകുട്ടി മാത്രമുള്ളവർക്ക് ആ ആൺകുട്ടിയെ കൊണ്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വന്നു ചേർന്ന് അവർക്ക് പ്രതിസന്ധി രൂക്ഷമാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യവുമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ കാര്യവിജയത്തിനായിട്ട് പരിശ്രമിക്കുമെങ്കിലും അതൊക്കെ ശത്രുതയിലും പരാജയത്തിലുമൊക്കെ എത്തിച്ചേരുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. എങ്കിലും ദാമ്പത്യം, തൊഴിൽ, ആരോഗ്യം, മാതാവിൻ്റെ സ്ഥിതി, അങ്ങനെ പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖസ്വസ്ഥതേനൻ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. അവരെക്കൊണ്ട് ദോഷമൊന്നും വന്നു ചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. നഷ്ടസാധ്യതകൾ വന്നു ചേരുന്നൊരു സമയമാണ്. ഇവരുടെ നഷ്ടഭാവത്തിൽ 12ാം ഭാവത്തിൽ വ്യയഭാവത്തിൽ 3 പാപഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ചെലവ് കൂടുതലാണ്, നഷ്ടസാധ്യത കൂടുതലാണ്. പല പ്രകാരത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഇവർക്ക് മുമ്പിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ചന്ദ്രൻ 7ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നത്. 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസം ചന്ദ്രന് അല്പം ബലക്കുറവുണ്ട്. മാത്രമല്ല ശുക്രൻ്റെ ശത്രുത ചന്ദ്രന് വന്നു ചേരുന്നു. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ ചന്ദ്രനുമേൽ വന്നു ചേരുന്നു. ആയതിനാൽ ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അത് തന്നെയുമല്ല, നഷ്ടസാധ്യതകൾ വലിയൊരു തോതിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ജാതകരുടെ മാനസികവും ശാരീരികവുമായ സ്ഥിതിയെ തകർക്കുന്നു എന്നുള്ള ഒരു സത്യവും നിലനിൽക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം മെച്ചപ്പെട്ട ഒരു ദിവസമല്ല. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുദ്ധിപരമായ പരാജയം, തൊഴിൽ നഷ്ടം, അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടം, അതുപോലെ തന്നെ ഒരു ആൺകുട്ടി മാത്രമുള്ളവർക്ക് ആ കുട്ടിക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, രോഗം, ശത്രുത, കടബാധ്യതകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ മീനക്കൂറുകാർക്ക് തിങ്കളാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. സൂക്ഷിക്കണം, എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. അല്ലെങ്കിൽ വലിയ പരാജയത്തിലേക്ക്, നഷ്ടസാധ്യതയിലേക്കാണ് ഇവർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർമെൻറ്റ് ഓഫ് നോളജ്.